ഇപ്പോൾ ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി എന്ത് പറയുന്നു എന്നതാണ്. ഒരു IAS കോച്ചിങ്ങിന് പോവുക എന്ന് പറയുന്നത് ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ്. ഈ ഡിസിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം ഒരു റൈറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതാണ്. പലപ്പോഴും നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മാർക്കറ്റിംഗ് ഹൈപ്പ് അല്ലെങ്കിൽ ഒരു ക്രൗഡ് മെൻറ്റാലിറ്റിയുടെ പുറത്താണ് നമ്മൾ തിരഞ്ഞെടുക്കുക. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി എന്ത് പറയുന്നു എന്നതാണ്. നിങ്ങൾ ഐലേണിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ, വൈ ഐലേൺ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവരെല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു ആൻസർ ഇതാണ്: നിങ്ങളൊരു സീരിയസ് ആസ്പിറൻ്റ് ആണോ, നിങ്ങളുടെ ലക്ഷ്യം സർവീസിൽ കയറുക എന്നതാണോ, എങ്കിൽ അക്കാഡമിക്കലി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐലേൺ ആണ് എന്നാണ് ഈ കുട്ടികളൊക്കെ പറയുന്നത്. കാരണം നിങ്ങൾ തിരുവനന്തപുരത്തുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എടുത്താലും ഏറ്റവും റിഗറസ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് പ്രോഗ്രാം, അതായത് കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സുകൾ, റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റുകൾ, ഫുൾ സിലബസ് കവറേജ്. ഇത് ഞാൻ എംഫസൈസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടാണ് തിരുവനന്തപുരത്ത് പ്രിലിംസിന് മുമ്പ് കറക്റ്റായിട്ട് സിലബസ് തീർക്കുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ അക്കാഡമിക്കലി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഐലേൺ ആണ്. ഇതെല്ലാം കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികൾക്കും ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഐലേണിൻ്റെ മെൻറ്റർഷിപ്പും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അക്കാഡമിക് പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ കാരണമാവാം കഴിഞ്ഞൊരു 10 years എടുത്ത് നോക്കിയാൽ കൺസിസ്റ്റൻ്റ്ലി ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിൽ നിന്നുള്ള റിസൾട്ട് ഐലേണിന് മാത്രം ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. കാരണം അക്കാഡമിക്കലി ഞങ്ങൾ കൊടുക്കുന്ന ഈ സ്ട്രോങ് ഫൗണ്ടേഷനാണ് ഏറ്റവും കുറഞ്ഞ അറ്റംപ്റ്റ് കൊണ്ട് ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്.